പാത്രത്തെ നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് കാലം ദൈവവചനം സംസാരിക്കാൻ ഓരോ ദിവസവും കഴിയുന്തോറും ആത്മീയമായ നല്ല ഉപദേശങ്ങൾ, ആശയങ്ങൾ തരുവാൻ എൻ്റെ പ്രായത്തിൻ്റെയും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിളിച്ചു പറയുന്ന ആത്മീയമായ ദൂത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. അദ്ദേഹത്തിൻ്റെ മെസ്സേജ് നമ്മുടെ വെബ്സൈറ്റിലൊക്കെ കിട്ടും. തുടർന്ന് ഉള്ള നിമിഷങ്ങൾ ദൈവത്തിന് സൂക്ഷിക്കാനായിട്ട് പ്രിയ അപ്പത്തിനെ ക്ഷണിക്കും. വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശലകൈയിൽ കളിമണ്ണു ഇന്ന് കാലം ദൈവസന്നിധിയിലായിരിക്കാൻ ശശിവാൽ സഭവനത്തിൽ ഇന്നും ആമി കടന്നു പ്രാർത്ഥിക്കാനും ആമി ദൈവത്തെ സ്തുതിക്കുവാനും വരും ചിന്തിക്കുവാനും തന്നെ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആമീൻ. ചിന്തിക്കാതെ നമ്മൾ എടുക്കാം. ജെറമ്യ പ്രവാചക പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 6 വരെ. ബുക്ക് ഓഫ് ജെറമ്യ ചാപ്റ്റർ 18 verse 1 to 6. നിന്ന് യെരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. യഹോവയുടെ കയ്യിലാണ് നാം ഇരിക്കുന്നത്. നമ്മെ മെനഞ്ഞവൻ യഹോവയാണ്. സ്തോത്രം. 139-ാം സങ്കീർത്തനം 14-ാം വാക്യം വായിച്ചാൽ, Psalms 139 verse 14. അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അത്ഭുതവും ഈ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഈ ദൈവത്തെ എങ്ങനെ അനുസരിക്കാതിരിക്കും? അപ്പോൾ അവൻ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചവൻ. അതിന് പിതാവിനെയും മാതാവിനെയും ദൈവം ഉപകരണമായി പോയിട്ടുള്ളൂ. സൃഷ്ടാവ് ദൈവമാണ്, അപ്പനല്ല അമ്മയുമല്ല. ഈ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതവും ശിക്ഷിച്ചിരിക്കാൻ നാം അവന് ചെയ്യണം, അവന് സ്തോത്രം ചെയ്യണം. ഇന്ന് പലക്കാലം വിശേഷിച്ച്
ക്രിസ്തുമസ് ദിവസം കൊണ്ടാടുന്നതായ ആ ദിവസം ആമീൻ അടുത്ത 25 ഞായറാഴ്ച അടുത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ സ്തോത്രം 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 ആമീൻ ഈ പിതാവായ ദൈവം നമ്മെ സൃഷ്ടിച്ച് എന്ത് ചെയ്തു? ആമീൻ കുശവന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കളിമണ്ണെടുത്ത് ആമീൻ ഉടച്ച് ആമീൻ സ്വന്തം വെള്ളം ചേർത്ത് ആമീൻ കുഴച്ച് എല്ലാം ഇങ്ങനെ ഉണങ്ങിപ്പിടിക്കുകയാണ്. എന്ത് ചെയ്തു? സ്വന്തം ആമീൻ ചക്രത്തിൽ വെച്ചപ്പോൾ എന്ത് ചെയ്തു? ഈ പാത്രം എന്ത് ചെയ്തു? വായിച്ചോട്ടെ. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം കയ്യിൽ ചീത്തയായി പോയി. കണ്ടോ? You understand that? Yes. Yeah. ഈ കുശവന്റെ കയ്യിൽ നിൽക്കുന്ന കളിമൺ പാത്രം ചീത്തയായി പോയി. എന്നാൽ ഇട്ടു പോയോ? പിന്നെ ഉടച്ചു, പിന്നെ പൊടിച്ചു, പിന്നെ വെള്ളം ചേർത്ത് വീണ്ടും പണിതു. നല്ല പാത്രമാക്കി തീർത്തു. നമ്മുടെ ദൈവത്തിന് അസാധ്യം ഒന്നും തന്നെയില്ല. എന്റെ സ്വന്തമായ അനുഭവം പറഞ്ഞാൽ ആമീൻ മർത്തമായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് സ്തോത്രം. എന്റെ അപ്പൻ പുത്തൻചാർപ്പള്ളിയിലെ ട്രസ്റ്റിയായി. എല്ലാവരും അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിൽ ആമീൻ ആമീൻ കൊടുത്തതായ ആമീൻ പുത്രൻ 5 വർഷം സംസാരിച്ചില്ല. അന്നത്തെ നല്ല ആമീൻ സ്തോത്രം ചുറ്റുപാടെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടർമാരെയും കാണി ഒരു പ്രയോജനവുമില്ല. ഒടുവിൽ നിശ്ചയിച്ചു ദൈവസ്ഥിതിയിൽ പ്രാർത്ഥിപ്പാൻ. ഈ സംസാരിക്കുന്ന എന്റെ നാവ് അന്ന് ആമീൻ ഉപയോഗശൂന്യമായി പോയി. എന്നാൽ പ്രാർത്ഥനയിൽ എന്ത് ചെയ്തു? എന്റെ നാവ് തുറന്നു. അതുകൊണ്ടാണ് എന്റെ ജീവിതത്തെ എവിടെ ചെന്നാലും എന്റെ കർത്താവിനെ ഉയർത്തി കാണിക്കണം. എനിക്ക് ചീത്തയായ എന്നെ നല്ല പാത്രമാക്കി തീർച്ചയായ ആ നല്ല കുശവനെ ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ അവനെ മഹത്വപ്പെടുത്താതിരിക്കും? പ്രിയരെ, ഈ ദൈവത്തെ അസാധ്യം ഒന്നും തന്നെയില്ല. അബ്രഹാമേ എന്ന് വിളിച്ച് ദൈവം അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ സ്തോത്രം ആമീൻ എന്ത് ചെയ്തു? പ്രായമായ തള്ള ആമീൻ എന്ത് ചെയ്തു? ചിരിച്ചു. ഇതെങ്ങനെ സാധ്യമാണ്? ഇത് കഥയല്ലെന്ന്. റിയൽ ഹാപ്പൻ. അബ്രഹാമിന്റെ ഭാര്യ ചിരിച്ചു. കള്ളം കൂടെ ചിരിച്ചില്ല. എന്നാൽ സ്തോത്രം ആമീൻ ആമീൻ ആമീൻ. ദൈവത്തിന് അസാധ്യ കാര്യമാ ഒന്നുമില്ല. നമ്മൾ വായിക്കാത്ത വലിയ പുസ്തകം. ഈ പുസ്തകം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വലിയ ഗുപ്തമണികൾ നാം പറക്കിയെടുക്കണം. നമ്മൾ വായിച്ചു പോകുന്ന പുസ്തകമല്ല സത്യവേദ പുസ്തകം. ഇത് ആമീൻ നമ്മൾ സ്വന്തമാക്കേണ്ട പുസ്തകമാണ്. സ്തോത്രം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക വിഷയം നിർത്താതെ ഈ വേദത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ലോകത്തിൽ എത്രയോ ഗ്രാമങ്ങള് ഈ പുസ്തകമില്ലാതെ സ്വന്തം ഭാഷയില്ലാതെ എത്രയോ പേരുണ്ട്. പിതാവായ ദൈവം പുത്രനെ ഈ ലോകത്തിലേക്ക് രണ്ടാമത് അയക്കാതെ മാത്രമാണ്. എല്ലാം അറിയണം എന്റെ യേശുവിനെ പറ്റി. ദീർഘക്ഷമയോട് കാത്തിരിക്കുക എന്നും കർത്താവേ. ബൈബിൾ സൊസൈറ്റി ട്രാൻസ്ലേഷൻ ഇവരെല്ലാവരും സഹായിച്ച് എവിടെല്ലാമാണ് ഗ്രാമങ്ങളിൽ ഈ സത്യവേദോസ് ഇല്ലാത്ത ഇടങ്ങളില്ല ആമീൻ കർത്താവേ പ്രിന്റ് ചെയ്ത് അവിടെ സ്വന്തം കയ്യിൽ ലഭിക്കത്തക്കവണ്ണം എനിക്ക് ലഭിച്ചതുപോലെ അവർക്കും കൊടുക്കണമെങ്കിൽ എന്നും പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. പ്രിയരെ,
കണ്ണുള്ളവനെ കണ്ണിന്റെ വില അറിയത്തില്ല. കണ്ണില്ലാതിരിക്കണം, അതിന്റെ വില, ഈ കണ്ണിന്റെ വില അറിയുന്നത്. നമുക്ക് ലഭിച്ച സത്യവേദവസ്തു നോക്കുമ്പോൾ ഈ സത്യവേദവസ്തുലേക്ക് നാം വായിച്ചു വിടുക മാത്രമല്ല, നാഴത്തിലേക്ക് സ്തോത്രം. ഈ കുശവന് എന്ത് ചെയ്തു? ചീത്തയായ ആ പാത്രം വേണ്ടാന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞില്ല. പിന്നെയോ വീണ്ടും കയ്യിലെടുത്തു, വീണ്ടും ഉടച്ചു പാത്രം, വീണ്ടും പൊടിയാക്കി, വീണ്ടും കുഴച്ചു, വീണ്ടും എന്ത് ചെയ്തു? ഒരു പുതിയ പാത്രമാക്കിയതാണ് എന്റെ വേദവസ്തുവിൽ എഴുതിയിരിക്കുന്നത്. അവരോട് നോക്കിക്കോണം, ഉണ്ടോ എന്ന് നോക്കിക്കോണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമീൻ, സ്തോത്രം. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യില ചീത്തയായി പോയി. വാക്ക് കൈ, അതൊക്കെ ചുമ്മാ വായിക്കരുത് പ്രീതി. ഞാൻ ഷേക്സ്പിയർ പുസ്തകം പഠിച്ചതാ. എന്റെ ദൈവം ഷേക്സ്പിയറിനേക്കാൾ വലിയ ദൈവമാണ്. അവൻ നല്ല എഴുത്തുകാരനാണ്. അവൻ എഴുതുന്നതാണ്. കയ്യിലിരിക്കുന്ന പാത്രം എന്ത് ചെയ്തു? എടുത്ത് കളഞ്ഞില്ല. പിന്നെയോ വീണ്ടും പ്രോസസ് ചെയ്തു, വീണ്ടും പൊടിച്ചു, വീണ്ടും കുളിച്ചു, വീണ്ടും ചക്രത്തിൽ കയറ്റി ഒരു പുതിയ പാത്രമാക്കി തീർത്തു. സ്തോത്രം. ആമീൻ, ആമീൻ, അല്ലേ സ്തോത്രം. ആമീൻ. എന്ത് ചെയ്തു? ആമീൻ, കാമിച്ചിട്ടേ പോയി. എന്നാൽ കുശവൻ, സ്തോത്രം, അതിനെ തനിക്ക് തോന്നുന്നതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. മറ്റൊരു പാത്രം, ഡിഫറെന്റ് വേഴ്സൺ. എന്നെ അച്ഛനാക്കാനാ എൻ്റെ അമ്മ അന്ന് ദൈവത്തിൽ പ്രാർത്ഥിച്ചത്. കർത്താവേ, എൻ്റെ മകനെ നന്നായി സംസാരിച്ച അച്ഛനാക്കി. ഞാൻ അച്ഛനാ, അർത്ഥമായ അച്ഛനായിരുന്നു. എവിടെയും പറയില്ല നീ അച്ഛനാ. വേഷത്തിൽ നിന്നു. വേഷം എന്തിനാ? ഈ പുറമേ ഉള്ളൊന്നും അല്ല. ഞാൻ നിങ്ങൾ കേട്ടോ എനിക്ക് അർത്ഥമില്ല. ഞാൻ വിളിച്ചു പറയുന്ന വ്യക്തിയാണ്, മുഖം നോക്കാതെ. പുറമേയുള്ള ആമീൻ, സ്വത്വം രൂപാന്തരപ്പെടുത്തുന്ന വചനത്താൽ രൂപാന്തരം പ്രാപിച്ച് ആമീൻ ദൈവത്തിന് ജീവിക്കുന്നതാണ് യഥാർത്ഥമായ ദൈവ പൈതൽ. കയ്യിലിരുന്ന പാത്രം വീണ്ടും അത് ആമീൻ ആ കുശവൻ ഹല്ലേലൂയ, സ്തോത്രം, ആമീൻ വീണ്ടും രൂപാന്തരപ്പെടുത്തുവാൻ സ്തോത്രം. ആമീൻ. അത് എന്ത് ചെയ്യുന്നു? ആമീൻ. ദീർഘക്ഷമയുള്ള ദൈവം എന്റെ ദൈവം ഇപ്പോഴും ഉണ്ട്. അബ്രഹാമിന്റെ സന്തതി അവനെ തൊട്ടാൽ ദൈവം യഹോവയുടെ കണ്ണിനെ തുറന്ന പോലെ. ഓർത്തോണം, ആരായാലും ഇസ്രായേൽ ജനം ദൈവത്താൽ ആമീൻ പ്രിയപ്പെട്ട ജനമാണ്. അവൻ സ്വന്തം ആമീൻ മകനാണ് ഇസ്രായേൽ ജനം. സ്തോത്രം. എന്താണ് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്? ഇതുപോലെ അത്രേ ആരെ സ്വർഗേനെ കളിമണ്ണ് കുശവനിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു. വിളിച്ചു പറയുക. ദൈവത്തിന്റെ മുഖവർഷമുണ്ടോ? ഒരു നാളുമില്ല. എന്നാൽ ഇസ്രായേൽ ഗൃഹത്തെ ദൈവം സ്നേഹിച്ചതുപോലെ ആമീൻ, സ്തോത്രം, ആമീൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. സ്തോത്രം. ആമീൻ. എന്തുകൊണ്ട്? ഇസ്രായേൽ ഗൃഹം സ്തോത്രം അബ്രഹാം ആമീൻ സ്വദേശം വിട്ടു, ചാച്ചക്കാരെ വിട്ടു, പിതൃഭവനത്തെ വിട്ടു. ഇതാ വിടുമോ? ആർക്ക് വേണ്ടി? ദൈവം പറയുന്ന പോലെ ചെയ്യും. വിടുമോ? പാരമ്പര്യമല്ലെന്ന് ക്രിസ്ത്യൻ ജീവിതം.
കൃഷ്ണനും ജനിച്ച വ്യക്തിയ. പാരമ്പര്യം കൊണ്ട് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. എന്നാൽ ദൈവഹിത പ്രകാരം നാം ആയിരിക്കണം. ദൈവമാണ് നമ്മെ അത്ഭുതവും അതിശയവുമായി സൃഷ്ടിച്ചത്. സ്തോത്രം. ആ ദൈവത്തിന്റെ കരങ്ങളിലാണ് നാം ഇരിക്കുന്നത്. എന്നാൽ നാം ചീത്തയായി പോയപ്പോൾ അവൻ എടുത്ത് കളയാതെ വണ്ണം വീണ്ടും സ്വർഗത്തിലെ ദൈവം അവൻ ഇസ്രായേൽ ദീർഘക്ഷമയോടെ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഗ്രഹമേ, ഇതുപോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു. ഓ സ്തോത്രം. ഇസ്രായേൽ ഗ്രഹത്തെ അവൻ പണിതുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തിനു വേണ്ടി? ദൈവത്തിന് വേണ്ടി. സ്തോത്രം 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 സ്തോത്രം. ഇതോട് ചേർന്ന് ഗലാത്യ ലേഖനം 3-ാം അധ്യായം, അതാണ് എനിക്ക് ഏറ്റവും ആമീൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിന്റെ ഗലാത്യ ലേഖനത്തിൽ ആമീൻ സ്തോത്രപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ അതിലേക്ക് വീണ് ഓടിക്കുകയാണ്. സ്തോത്രം. ഗലാത്യ ലേഖനം അതിന്റെ ആമീൻ 3-ാം അധ്യായം. സ്തോത്രം 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 സ്തോത്രം. ആമീൻ ആമീൻ. 23 മുതൽ 29 വരെ വായിച്ചിട്ട്. വിശ്വാസം വരും മുമ്പേ നിങ്ങൾക്ക് നമ്മിലെ വെളിപ്പെടുവാൻ ഇരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴടച്ച് സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിനുള്ളവർ. എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. എങ്കിലോ നിങ്ങൾ ആരാ? അവകാശം. ഞാൻ അബ്രഹാമിന്റെ അവകാശി സന്തതി. പറയാൻ കഴിയുമോ? ഞാൻ എവിടെയും വിളിച്ചു പറയും, ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്. വിശ്വാസത്താൽ, ജഡമല്ല, ജഡിക ജനനമല്ല, ആത്മീയ ജനനം. അങ്ങനെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ എല്ലാവരും ക്രിസ്തുവിനെ. ഇതാ സ്നാനം. പഠിക്കണം ശരിക്കും. കുളിയല്ല സ്നാനം. ആരെ ഹേമിച്ചിരിക്കുകയില്ല. ഞാൻ എന്റെ മക്കളെ പോലെ ഞാൻ ഹേമിക്കത്തില്ല. വചനം പറയും. സ്നാനം എന്നത് യേശുവിനോട് ചേരുവാൻ. റോമൻ 6 വായിച്ചേ. റോമൻ 6 2, 3, 4 ഒന്നും ഞാൻ ചിന്തിച്ചതല്ല. ആത്മാവിനെ അതിലേക്ക് നടത്തുക. എന്ത് ചെയ്യുന്നു? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതും ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അല്ലെങ്കിൽ ചേരത്തില്ല. അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരുവാൻ. എന്തോ അർത്ഥം? എന്തോ പങ്കാളിത്തം. എന്റെ യേശുവിനെ പോലെ ആയിത്തീരുക. അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരുക. എന്റെ യേശു ഒരിക്കലും മരിച്ചു. എനിക്ക് മാത്രം മരിച്ചു. അതിനോട് ചേരുന്ന ശുശ്രൂഷത്രേ. ആമീൻ. സ്നാന ശുശ്രൂഷ. സ്നാനം എന്ത്? യേശുവോട് ചേരുവാനാണ്. ഒരു സംഖ്യ ചേരുവാൻ അല്ലേ? അല്ല. യേശുവോട് ചേരുവാൻ സ്ഥാനമേറ്റ
പങ്കാളിയാവോ? അത് മാത്രമല്ല, മരിച്ച വ്യക്തിയെ അടക്കം ചെയ്യണം. അടക്കം ചെയ്യണം, കുടിക്കണം. കുഴിച്ച് നന്നായി കുഴിച്ച്, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ചീഞ്ഞാലും കേട്ടോ. കുഴിച്ചിട്ട് ചീഞ്ഞാറോ നാലായ ഏത് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായാലും. അപ്പൊ എന്താണ് ഈ യേശുവോട് ചേരുവാൻ സ്നാനമേൽക്കുന്ന വരുമ്പോൾ കുഴിച്ചെറിയത്രേ. മരിച്ചൊരു വ്യക്തിയെ മാത്രമേ കുറിച്ചെല്ലാം ഗവൺമെന്റ് ചാർജ് ചെയ്യും. അപ്പൊ മരിച്ച വ്യക്തിയെ വേണം കുഴിച്ചിടരുത്. ജലത്തിൽ മരിക്കണം. ജഡിയെ കുഴിച്ചിടരുത്. ഈ ജഡം മരിച്ചെങ്കിൽ മാത്രമേ ദൈവസഭയിൽ കുഴിച്ചിടാം. എന്ത് മരിച്ച വ്യക്തിയാണ് കുഴിച്ചിടുന്നത്. എന്റെ യേശു മരിച്ചു. ആമേൻ ആമേൻ. എന്ത് ചെയ്തു? ആമേൻ. വെച്ചോണ്ടിരുന്നില്ല, കുഴിച്ചിടപ്പെട്ടു. മൂന്നാല് പേർ തൂങ്ങിയവനായ യേശുവിനെ യോസേഫിന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. അതാണ് സ്നാനം. അതുമല്ല, മൂന്നാം ദിവസം ഉയർത്തെഴുത്ത് വെള്ളത്തിൽ അടിയിൽ നിന്നും തളിക്കാതെ സ്നാനം, കുരിശു വരെയുള്ള സ്നാനം. ഞാൻ തെളിച്ചു പറയുന്ന വ്യക്തിയാ, മുഖം നോക്കാതെ. എവിടെ? അപ്പോൾ സ്നാന ശുശ്രൂഷ എന്നുള്ളത് എന്തിനു വേണ്ടിയാണ്? എന്റെ യേശുവിനെ ധരിക്കുവാനാണ്. എന്റെ ഈ ഷർട്ട് ധരിക്കുന്നത് പോലെ ധരിക്കുന്ന ശുശ്രൂഷയാണ് സ്നാന ശുശ്രൂഷ. വ്യക്തമായും ചെയ്തവർ മനസ്സിലാക്കണം, ചെയ്യാത്തവർ മനസ്സിലാക്കണം. ചെയ്തവർ ചെയ്തവർക്ക് എന്ത് ചെയ്യാൻ ലൈസൻസ് ഇല്ല. പ്രിയരെ, എന്റെ കർത്താവിനെ ദുഷിപ്പിക്കുകയാണ്. ഇപ്പോൾ കരഞ്ഞുകൊണ്ടേയിരിക്കുക. സ്നാനപ്പെട്ട ജീവിതം മാതൃകാപരമായ ജീവിതമായിരിക്കണം. എന്റെ ഒരു പ്രാർത്ഥന അതാ, കർത്താവേ, ഈ സ്നാനപ്പെട്ടവർ നിന്റെ നാമത്തെ ദുഷിക്കുന്ന അവസ്ഥയിലും അത് മാറ്റിയെടുക്കണമേ. കണ്ണിൽ കണ്ണീർ ഒഴുകുമ്പില്ലേ? എന്തുകൊണ്ട്? എന്റെ കർത്താവിനെ നിന്ദിക്കുന്ന അവസ്ഥയാണ് സ്നാനപ്പെട്ടവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇല്ലേ? എന്താണ്? യേശുവിനെ ധരിക്കുന്ന ശുശ്രൂഷയാണ് സ്നാന ശുശ്രൂഷ. സ്തോത്രം. എന്റെ യേശു ആമേൻ. സ്തോത്രം. ആമേൻ. സ്നാനമേൽക്കേണ്ട ആവശ്യമുണ്ടോ? യോഹന്നാൻ വിലക്കി നിന്ന പുസ്തകം വെറുതെ വായിക്കരുതെന്ന്. അത് സത്യം മനസ്സിലാക്കണം. സത്യമറിയാൻ നിങ്ങളെ സ്വതന്ത്രമാക്കും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു. എന്റെ യേശു. സ്തോത്രം. ആമേൻ. എത്ര മൈൽ നടന്നത് സ്നാനപ്പെടാൻ? ചെലവിടണം. യേശു ചെലവായി പോയി. എന്തിനാ? ഇങ്ങനെ സകല നീതിയും ഇത് ചെലവിടാതെ സ്വർഗ്ഗത്തിൽ പോയിരിക്കുക. ചെലവിട്ട് വേണം സ്വർഗ്ഗത്തിൽ പോകാൻ. എന്താണ് പ്രിയരെ? സ്തോത്രം. യേശു ആമീൻ. സ്തോത്രം. ആമീൻ. ആമീൻ. ജോർദാൻ വരെ നടന്നു വരണമെങ്കിൽ അന്ന് വെള്ളം, അന്ന് വണ്ടിയോ ഒന്നുമില്ല. നടന്നു വരിക. യോഹന്നാൻ അവനെ വിലക്കി. നിന്ന സ്നാനപ്പെടുവാൻ ആവശ്യം എന്ന് എനിക്കിത് പറഞ്ഞപ്പോൾ സ്വന്തം ഇപ്പോൾ സമ്മതിക്കാം. ഇങ്ങനെ സകല ഒന്നല്ല, ഒന്നുകൊണ്ട് ചില ഓടിപ്പോവാ. സകല നീതി നിവർത്തിയിലാക്കാം. യോഹന്നാൻ നിനക്ക് എനിക്ക് മുച്ചിത്. ഒരു സ്വർഗ്ഗത്തിലെ പിതാവിന്റെ പുത്രൻ പറയുകയാണ്. സ്തോത്രം.
ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ ആമേ നാളെ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മെഡിക്കൽ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ വേദോത്സവം അവന് എനിക്ക് വലിയ ഇതുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ മാതാക്കളെല്ലാം മർത്തമാക്കി വിചാരിച്ച് നല്ല ശിക്ഷണത്തെ എന്നെ വളർത്തുക. ആമീൻ ശനിയാഴ്ച ആമീൻ ഞാൻ കളിക്കത്തില്ല, വേദോത്സവം വായിച്ചുകൊണ്ടിരിക്കും. നല്ല ട്രഡീഷനൊക്കെ മർത്തമായി ഞാൻ എന്നെ ബഹുമാനിക്കുന്ന എന്ന കൂടുതലായിട്ടുള്ളത് നല്ല പഠിത്തം വേദോത്സവം വായിക്കും. ആമീൻ ആമീൻ എല്ലാം നല്ല ചട്ടവും ചിട്ടവുമായി പോകുന്ന ഒരു സഭയാണ് മർത്തോമ സഭ. എന്നാൽ സ്തോത്രം ആമീൻ പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. സ്തോത്രം ആമീൻ യേശുവിനെ ധരിക്കുവാൻ അവർ ആമീൻ ആമീൻ സമ്മതിച്ചു കൊടുക്കണം ജനങ്ങൾ. ആമീൻ സ്തോത്രം എന്താണ് ആമീൻ സ്തോത്രം നാഗ്പൂരിൽ ഞാൻ ആമീൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്യുപേഷൻ തെറാപ്പിസ്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക മെഡിക്കൽ കോളേജിൽ. ഞാൻ ഓക്യുപേഷൻ തെറാപ്പിസ്റ്റാണ്, ലൈസൻസ് കിട്ടി. ഇവിടെ ന്യൂയോർക്ക് NYU ഞാൻ ജോലി ചെയ്തത്. അത് റിസൈൻ ചെയ്താണ് ഈ സത്യവേദോത്സവം കയ്യിലെടുത്ത് പൂർണ്ണമായി ദൈവത്തെ സേവിപ്പാൻ എനിക്ക് ഭാഗ്യം. ന്യൂയോർക്ക് സിറ്റി വെച്ച് എൻ്റെ അപ്പൻ പറഞ്ഞു, മോനെ ജോലിയോടുകൂടി ശുശ്രൂഷ എന്താണ്? ഞാൻ അപ്പച്ചൻ അന്ന് ടെലിഫോണിൽ എഴുതി, അപ്പച്ച അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോട്ടെ, എൻ്റെ പേര് വിളി അതല്ല. എൻ്റെ വൈഫ് എന്ന് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരിക്കുക. ആ സമയത്താണ് ഞാൻ അവളോട് പോലും പറഞ്ഞില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ജലരക്തങ്ങളോട് എന്റെ ഭാര്യയോട് പോലും പറഞ്ഞില്ല പ്രഗ്നന്റ് ആവുന്നത്. പറയാൻ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാൻ വെക്കേഷൻ നാട്ടിൽ പോയി എന്റെ ഒന്നാമത്തെ കുഞ്ഞിനെ കൊണ്ട്. സ്തോത്രം. അവിടെ ചെന്നപ്പോൾ എന്റെ വൈഫിന്റെ ഉപ്പാപ്പൻ ചോദിച്ചു, അനികുഞ്ഞെ നീ ജോലിക്ക് പോകുന്നില്ലയോ? നീ കള്ളം പറയാൻ നോക്കും. അന്നേരം ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് അന്നാ എന്റെ വൈഫ് പോലും അറിയുന്നത്. അല്ല അറിയത്തില്ല. അന്ന് 6 വർഷം ജോലി ചെയ്തുള്ളൂ അമേരിക്കയിൽ വന്നിട്ട്. അത് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫായിട്ട് ഓക്യുപേഷൻ തെറാപ്പിസ്റ്റായിട്ട് ഗോൾഡ് വാട്ടറിൽ ഇന്ന് പോയി ചോദിച്ചു. ഗോൾഡ് വാട്ടർ ഹോസ്പിറ്റലാണ് ജോലി ചെയ്തത്. 6 വർഷം ജോലി ചെയ്തു. അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ടതായ സോഴ്സ് ഇതൊന്നും കിട്ടുന്നില്ല. അത് വേണ്ട എനിക്ക്. ചെലവിറ്റുവാൻ എൻ്റെ യേശുവിനെ സേവിക്കുവാൻ ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി പ്രസംഗിക്കാറുള്ളൂ എവിടെയായാലും. എന്താണ് ഞാൻ പറഞ്ഞ കാര്യം? സ്തോത്രം. അന്ന് എന്നോട് പറഞ്ഞു, എന്റെ അപ്പൻ പറഞ്ഞു, ആമീൻ സ്തോത്രം ആമീൻ ആമീൻ. അപ്പോൾ പറയാതെയാണ് ആമീൻ ഞാൻ ആമീൻ ചെയ്തു. കർത്താവ് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ മത്തായി 3-ാം അധ്യായത്തിലെ ആമീൻ സ്തോത്രം അല്ലേലും ആമീൻ വാക്യമാണ് എന്നെ കർത്താവ് കാണിച്ചത്. ഞാൻ വായിക്കുന്ന ആളായതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട് സ്തോത്രം. മത്തായി 3-ാം അധ്യായത്തില് അല്ലേലൂയ സ്തോത്രം ആമീൻ സമയത്ത് പരിമിതി കൂടി ഓടുകയാണ്. ആമീൻ 3-ാം അധ്യായത്തിൽ എന്ത് ചെയ്തു? ആമീൻ സ്തോത്രം ഹല്ലേലൂയ. 3-ാം അധ്യായം ആമീൻ സ്തോത്രം ആമീൻ. അതിന്റെ 13 വരെ വായിച്ചോട്ടെ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനം ഏൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കര അവന്റെ അടുക്കൽ വന്നു. കണ്ടോ? യോഹന്നാൻ അവനെ വിലക്കി, നിന്നാൽ സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവെന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാറേ അവനെ സമ്മതിച്ചു. സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. അന്നാണ് എന്ത് ചെയ്തു? പുത്ര പ്രമോഷൻ കിട്ടി. ഇവനെന്ന് ഇതാ അനുസരിക്കുന്നത് മകനാ, പ്രിയപുത്രൻ.
എന്നോട് ഇടപെട്ടപ്പോൾ ഞാൻ കർത്താവെ ഞാൻ ചെയ്യാം, ഇപ്പോൾ തന്നെ ചെയ്യും. അന്ന് അത് നാഗ്പൂരിലെ ഒരു പെന്തിക്കോസ്റ്റൽ പാസ്റ്ററുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു. ഇന്ന് എനിക്ക് സ്നാനപ്പെടണം, നാളെയല്ല ഇന്ന് തന്നെ. ഞാൻ ഇന്ന് പാസ്റ്റർ അല്ല അനുകുഞ്ഞ നാളെയാ നമ്മൾ ഇന്ന് തന്നെ സ്നാനപ്പെടണം. അത് നിർബന്ധിച്ച് അന്ന് തന്നെ പോയി ഞാൻ സ്നാനപ്പെട്ടു. എന്നിട്ട് എൻ്റെ പിതാവിനെ എഴുതുക. അന്ന് പിതാവ് പുത്തയ്ക്കാപ്പള്ളിയിൽ മർത്തോപ്പള്ളിയിൽ ട്രസ്റ്റിയാണ്. ഓർത്തോണം, ഞാൻ വേറെ പ്രസംഗിക്കല്ലേ, അനുഭവത്തിലെ ഞാൻ എൻ്റെ പ്രസംഗം മുമ്പ് പഠിച്ച പ്രസംഗിലുണ്ട്, ചെയ്തോളൂ. അനുഭവത്തിൽ കൂടെ പ്രസംഗിക്കും. എന്ത് ഞാൻ പറഞ്ഞ വിഷയം സ്തോത്രം. ആമീൻ. സ്തോത്രം. എല്ലാവരും സ്തോത്രം. ആമീൻ. അപ്പൊ എന്താണ് ഒരു കുശവന്റെ കയ്യിലെ കളിൻ പാത്രം പോലെ ആമീൻ എന്നെ നിങ്ങളെയും ആമീൻ അവൻ വഹിച്ചിരിക്കുകയാണ്. വഹിച്ചിരിക്കുമ്പോൾ അവൻ ഇഷ്ടം പോലെ ചെയ്യുവാൻ അവൻ അവകാശമുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ ദൈവത്തെ ഇങ്ങനെ അനുസരിക്കാതിരിക്കും. അതാണ് എനിക്ക് ചോദ്യം. ഈ ദൈവം എന്നോട് പറഞ്ഞ എങ്ങനെ അനുസരിക്കാതിരിക്കും? അപ്പൻ പറഞ്ഞു, അപ്പോഴും ചോദിച്ചാൽ അന്ന് സമ്മതിക്കത്തില്ല. മുപ്പത്തേക്കാൾ ഞാൻ ചോദിക്കാതെ ചെയ്തത്. ദൈവം പറഞ്ഞ പിന്നെ അപ്പോഴും ചോദിക്കുന്ന പോലെ വേണ്ട, ചോദിക്കരുത്. ഞാൻ എന്റെ ഭാര്യയോട് പോലും ചോദിച്ചില്ല. എന്റെ ദൈവം എന്നോട് വന്നപ്പോൾ റിസൈൻ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്റെ ദൈവം ആരാ? ആ ദൈവത്തെ വാസ്തവമായി ഞാൻ അനുഭവിച്ചുള്ള ഞാൻ ശുശ്രൂഷിക്കുന്നത് ജീവിക്കുന്ന എല്ലാം തന്നെയാണ്. ഇന്ന് വരെയും പ്രയാസമുണ്ട്. ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോഴത്തെ ന്യൂയോർക്കിലെ ജീവിതം പ്രയാസമുണ്ട്. എന്നാൽ തന്നെയും ദൈവം അത്ഭുത മത്സരമായി ഓരോ ദിവസവും വഴി നടക്കും. അതാണ്. അത് മാത്രമല്ല, പിന്നെ ഒന്ന് ഓർമ്മ വരുന്നുണ്ട്. അന്ന് എൻ്റെ മകൻ സ്തോത്രം കോളേജിൽ പോകേണ്ട സമയമാണ്. സ്തോത്രം. ആ കോളേജിൽ പോകുന്ന സമയത്ത് ഞാൻ NYയിൽ ജോലി ചെയ്യുന്നെങ്കിൽ അതിന് ഫ്രീ ട്യൂഷൻ ഫീസ് കിട്ടുമായിരുന്നു. പിന്നെ അവൻ എൻ്റെ പെങ്ങളോട് പറഞ്ഞു, പപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഫ്രീ ട്യൂഷൻ കിട്ടുമായിരുന്നു. അപ്പോൾ ആ ജോലി റിസൈൻ ചെയ്തുകൊണ്ട് അവൻ പഠിച്ചില്ല. അതേ പഠിത്തം പഠിച്ചു. ഇത് നല്ല ജോലിയുണ്ട്. NYയിൽ തന്നെ പഠിച്ചു. ഞാൻ കൊടുത്ത് ലോൺ എടുത്ത് അവൻ പഠിച്ചു. ഞാൻ ജോലി റിസൈൻ ചെയ്തു. അതുകൊണ്ടാണ്. പിന്നെ ദൈവത്തെ സേവിക്കേണ്ടതെങ്കിൽ ചെലവിട്ട് വേണം സേവിക്കുവാൻ. നമ്മുടെ ദൈവം ആരാ? അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാം പറയും സ്തോത്രം. ദൂതമാ വന്നപ്പോ എനിക്ക് എങ്ങനെ ചെയ്തു? സാറോട് എന്ത് പറഞ്ഞു? അറക്ക്, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്ക്. ചോദിച്ചു നോക്കൂ, ഈജിപ്തിൽ ഇറങ്ങി വന്ന ജനത്തിന് എന്താ കൊടുത്തത്? മണ്ണ കൊടുത്തു. ആരാ? സ്വർഗത്തിന് ദൈവം കൊടുത്തു. സന്തതിയ അബ്രഹാമിന്റെ സന്തതി. സമയം ദിവസം നിന്നാൽ തീരെയില്ല. ഈ പുസ്തകം കയ്യിലെടുത്താൽ ഞാൻ ജനത്തിന് മറന്നു. എന്താ? കുശവന്റെ കയ്യിൽ നാം ഇരിക്കുകയാണ്. അത് മാത്രമേ പറയാവുള്ളൂ. ഈ കുശവൻ നമ്മെ ചീത്തയായി പോയി വലിച്ചെറിയല്ല, പിന്നെയോ വീണ്ടും നമ്മെ യുവാന്തരപ്പെടുത്തി.
ഈ ചീത്തയായ നമ്മെ രൂപാന്തരപ്പെടുത്തി വീണ്ടും നല്ല പാത്രമാക്കി തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ആത്മീയം മാത്രമല്ല, ശാരീരികമായി, മാനസികമായിട്ട്, ഭൗമികമായി എല്ലാ നിലയിലും അവൻ നമ്മെ നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ഇസ്രായേൽ മക്കളെ നിങ്ങൾ എന്റെ കയ്യിൽ പ്രകാരം അവന്റെ കയ്യിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തി സ്തോത്രം അവന്റെ പ്രിയ മക്കളാക്കി തീർക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. സ്തോത്രം കർത്താവ് നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. കേൾപ്പിച്ച നല്ല ദൂതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കുശവന്റെ കയ്യിൽ കൊടുക്കുന്നതായ സമർപ്പിച്ചു കഴിയുമ്പോൾ ഉടനെ അതിനെ വലിച്ചെറിയാത്ത കുശവൻ അതിനെ രൂപാന്തരപ്പെടുത്തി മാനപാത്രമായി ഭവനത്തിന്റെ അകത്തളത്തിൽ ഉപയോഗിക്കുന്നു. തുടർന്ന് കേൾപ്പിച്ചത് ഈ സമർപ്പണം എന്ന് പറയുന്നത് വേദനയുള്ളതാണ്, ചെലവ് മുടക്കിയുള്ളതാണ്, പിന്നാമ്പുറത്തോട്ട് അനുവാദം ചോദിക്കാൻ നിൽക്കുന്നതല്ല. അതിനേക്കാളപ്പുറമായിട്ട് നിത്യതയ്ക്ക് വേണ്ടി വിളിച്ച ദൈവം വിശ്വസ്തനാകുമ്പോൾ അതിന്റെ അനുഭവത്തിൽ കൂടെ വിളിച്ചു പറഞ്ഞു. ഉണ്ടായിരുന്ന ജോലി പോലും ദൈവവിളിയുടെ മുൻപിൽ വലിച്ചെറിഞ്ഞിട്ട് ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിച്ചതിന്റെ ഫലമായിട്ട് താൻ കാൽ വെച്ച മേഖലകളിലൊക്കെ ദൈവപ്രവൃത്തി ദൈവം സഹായിച്ചു. ഇന്നും താൻ അനുഭവത്തോടെ ദൈവവചനം വിളിച്ചു പറയുമ്പോൾ ഈ പകൽക്കാലം ഈ കേട്ട വചനം നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരട്ടെ. ഈ വചനത്തിന്റെ മുൻപിൽ നമ്മെ സമർപ്പിക്കാം. സർവകൃപാലുവായ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. പ്രിയ മത്തായിച്ചായൻ പ്രാർത്ഥിച്ചാൽ